അടുക്കളയിലേക്ക് എന്തെങ്കിലും പുതിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം പിന്നെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. പുതിയ വിഭവങ്ങൾ തപ്പുന്നു, അതിലുണ്ടാക്കിയെടുക്കുന്നു. ഒരു ബഹളാണെന്ന്. അപ്പോൾ നമ്മളങ്ങനെ പുതിയതായിട്ട് മേടിച്ചൊരു കുക്കറാണ് കേട്ടോ അത്. കുറച്ച് വാവട്ടം ഉള്ള കുക്കർ മേടിക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാലല്ലേ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇട്ടുന്ന് കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവിടെ കുക്കർ ഭയങ്കര അനിവാര്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പുതിയതായിട്ട് ഇതാ ഒരു കുക്കർ നമ്മുടെ അടുക്കളയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കി അതിൻ്റെ ഒരു തിളക്കം. ഇത് സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ. നമുക്ക് അലുമിനിയത്തിനേക്കാളും കുറച്ചും കൂടി വില കൂടുതലുണ്ടാവും. പക്ഷെ അടയ്ക്കാനും തുറക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടാവും. അങ്ങനെ നമ്മളതിൽ നിന്ന് ശ്രീകുട്ടന് സ്പെഷ്യലായിട്ട് കൊടുത്തു വിടുന്ന, അല്ലെങ്കിൽ ശ്രീകുട്ടൻ എന്നും കൊടുത്തു വിടുന്ന ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ എണ്ണയും അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് പട്ടയും പിന്നെ നമ്മൾ മുഴുവൻ മസാല ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഇടാമെന്നേ, അതൊക്കെ ഇട്ട് ഇതാ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിലത്തെ ജീരകമൊക്കെ പൊട്ടി വരും, നമ്മുടെ പെരുംജീരകമൊക്കെ. അപ്പോൾ നമ്മളതിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അരി ഉണ്ടല്ലോ, ഒരു അരമണിക്കൂറൊക്കെ, അത് നമ്മളിത് അതിലിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ അരി ഒന്ന് പൊട്ടി വരും. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ കുറച്ച് ചെറുനാരങ്ങയും ഉപ്പും ഇട്ടിട്ട് അടച്ച് വെക്കണം. ഒരൊറ്റ വിസിൽ കേട്ടോ. എന്നിട്ട് ആ വിസിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയി വരുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി മറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതാ ഇതുപോലെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബിരിയാണിയുടെ ഒരു സ്മെല്ലും കിട്ടും. പൈനാപ്പിൾ എസൻസ് ചേർക്കുകയാണെങ്കിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ മല്ലിയിലയും കൂടി ആകുമ്പോൾ പറയും വേണ്ട. അപ്പോൾ ഇതാണ് ശ്രീകുട്ടന് ഞാൻ കൊടുത്തുവിടുന്ന റൈസ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം എന്ത് കറികളും ചലാകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പനീർ ഉണ്ടല്ലോ, അതായിരുന്നു ഇപ്രാവശ്യത്തെ ശ്രീകുട്ടൻ്റെ ഇതിനോടൊപ്പമുള്ള കോമ്പിനേഷൻ. ഒരു സെറ്റപ്പ് ആയിട്ടാണ് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ കാലത്തിരി നേരം വൈകിയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടേ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഇതിനെ ബിരിയാണി ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയണില്ല, ഒരു ചോറ്.